നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കരയിൽ നിന്ന് വരുമ്പോൾ പള്ളിപ്പടിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് 1300 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്, അത് ബസ് റൂട്ട് റോഡിൽ നിന്ന്, പള്ളിപ്പടി അങ്ങാടി നിന്ന് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് 200 മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം. 10 സെന്റിൽ 1300 സ്ക്വയർ ഫീറ്റ് ഒരു പുതുപുത്തൻ വീട് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ ഈ PTS ഗ്രൂപ്പിന്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലല്ലേ. നിങ്ങൾക്ക് അനുയോജ്യമായ 10 സെന്റിൽ നല്ലൊരു വീട്, വെള്ള സൗകര്യമുണ്ട്, അമ്പലം, പള്ളി, ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത്. ആ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് വലതുഭാഗത്ത് നല്ല അടിപൊളി കിണർ, വെള്ളം പറ്റാത്ത കിണർ. 2 ഭാഗത്ത് നിങ്ങൾ ചെടി, നമുക്ക് അതിൽ തൈകൾ, മരങ്ങളൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പേസ് 2 ഭാഗത്ത് വിട്ടിട്ടുണ്ട് കണ്ടോ. അത് ബാക്കി ഭാഗങ്ങൾക്കെല്ലാം മൊത്തം സിപ്സ് ഇട്ട് മെറ്റലിട്ട് നല്ല വൃത്തിയാക്കിയ നല്ല പുതുപുത്തൻ വീട് എന്ന് പറയാം. 1300 സ്ക്വയർ ഫീറ്റിന്റെ പുതിയ വീട്, നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ആ വീടിന്റെ ഉൾഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണാം. അതേമാതിരി മദ്രസ്, അമ്പലം, പള്ളി, ചർച്ച് ഒക്കെ ഒരു കിലോമീറ്റർ, 1/2 കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഞാൻ സിറ്റ് ഔട്ടിൽ കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല വിശാലമായ നല്ല സിറ്റ് ഔട്ട്, ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ജനാലിൻ്റെ വർക്കൊക്കെ ഫാബ്രിക്കേഷൻ വർക്കാണ് എടുത്തിട്ട്, കാരണം വെൻഡിങ് കംപ്ലൈൻറ്റ് ഒന്നും വരാതിരിക്കാനും നല്ല ക്വാളിറ്റി എന്നും ഈട് നിൽക്കാനും നല്ലൊരു ഇതാണ്. നമ്മളെ എന്താ പറയുക, ജനാലിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറാണ്. 2 മാർബോണേറ്റാണ് അടിഭാഗത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് സ്റ്റെപ്പിന് കയറുമ്പോൾ തന്നെ ബ്ലാക്ക് ഭാഗം ഡിസൈൻ ഉണ്ട്. പിന്നെ നല്ല വീടുകളുള്ള ഏരിയ ആണ്, അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമല്ല, കരഭൂമിയാണ്. ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഡോറ്, നല്ല അടിപൊളി മോഡൽ ഡോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടില ഇരുമ്പിലൂടെ കേട്ടോ, കട്ടില ഇരുമ്പാണ്, എല്ലാം മെറ്റീരിയൽ എല്ലാം ശ്രദ്ധിച്ചോളി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രത്യേകതയായിട്ട് കാണാം. വീട് കിടിലം വീടും തന്നെ നമുക്ക് പറയാം. ലിവിങ് ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ്, സോഫട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ജനാലുകളൊക്കെ ഫുൾ ഫാബ്രിക്കേഷൻ വർക്കാണ് എടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഹൈറ്റ്, നല്ല ഹൈറ്റിൽ നല്ല അടിപൊളി പെയിന്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. പിന്നെ റിയൽ മോഡൽ നമുക്ക് ഡൈനിങ് ഹാള്, ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടേബിൾ ഇടാനുള്ള സ്പേസ്, അതേമാതിരി നമുക്ക് കൈ കഴുകാനുള്ളത് നല്ല സൗകര്യമുണ്ട്. പിന്നെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തെ ഫസ്റ്റ് റൂം ഫ്രണ്ട് ഭാഗത്തോട്ടുള്ളത്, അതിന് മാസ്റ്റർ ബെഡ്റൂം. അത് കുറച്ച് പെയിന്റിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട. എല്ലാം പണി കഴിഞ്ഞ് പുതുപുത്തൻ വീടാണ്, ആളുകളുള്ള ഒരു ഏരിയ ആണ്, വെള്ളം കയറുന്ന സ്ഥലമല്ല. പിന്നെ നമുക്ക് അലമാര സെറ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കളർ കൊടുക്കണമെങ്കിലൊക്കെ ഉഷാറായിട്ട് മോഡൽ നമുക്ക് ചെയ്യാം, അലമാര സെറ്റ് ചെയ്യാം. പിന്നെ നേരെ ഉള്ളിലേക്ക് വരുന്നത് തന്നെ ഇടത്ത് ഭാഗത്തെ 2ാമത്തെ റൂം. അതുപോലെ എല്ലാം ആ റൂമിൽ നിന്ന് പുറത്തിരിക്കുന്ന നമ്മളെ ലിവിങ് ഹാളിൽ ഇരിക്കുന്ന ആളുകൾക്ക് കാണാത്ത രൂപത്തിൽ ആണ് റൂമിൻ്റെ ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല സൗകര്യമുണ്ട്. അങ്ങനെ അത്യാവശ്യം അലമാര ഫുള്ള് നമുക്ക് സെറ്റ് വലിപ്പ് മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് വലിപ്പ് മോഡലൊക്കെ റാക്കുകളാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർക്കും ഒരേ മോഡലാണ് അടിഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഹൈറ്റാണ് വീടുള്ളത്, നല്ല പൊക്കത്തിൽ വീട്. പിന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നോക്കിങ്ങൾ, ഇതാണ് നമ്മൾ നോക്കേണ്ടി. കമ്പനി ക്ലോസറ്റുകൾ പറ്റ ലോക്കൽ കൂതറ സാധനം വെച്ചിട്ടില്ല, നല്ല ഐറ്റംസ് ഉപയോഗിക്കണം. വീട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയല്ല, അതാണ് നിങ്ങളോട് ഏറ്റവും. ഇത് കണ്ടിട്ട് ഡോറുകളൊക്കെ നല്ല ഡിസൈൻ, നല്ല പ്ലെയിൻ മോഡലൊക്കെ വരുന്ന നല്ല അടിപൊളി കമ്പനി നല്ലത് വരുന്ന ഡോറാണ് ഇപ്പോൾ ബാത്റൂമൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 2 റൂം കഴിഞ്ഞ് 2 റൂം കഴിഞ്ഞിട്ടില്ല. ഇനി ഇങ്ങനെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കോമൺ ബാത്റൂം അറ്റാച്ച്ഡ് കണ്ടുള്ള ആ റൂമിൽ ഇനി കോമൺ ബാത്റൂം നമ്മളെ സ്റ്റെയർ കേസിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നോക്കി കമ്പനി നോക്കിക്കൊള്ളിട്ടോ. നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫുൾ ബോഡി ഉള്ള അല്ലേ, ഫുൾ ബോഡി എന്ന് തന്നെ പറയാം നമുക്ക് ഇതിൽ. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ മോൾ ഭാഗം വരെ ടൈല് വാട്ടർ ഓഫ് ചെയ്തിട്ട്, അതാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ഓഫ് ചെയ്തിട്ട് ഉഷാറാക്കി. ഇനി നോക്കി ഡോറ് ഡിസൈൻ മോഡലാണ്. ഹാളിൽ നിന്ന് നേരെ ഡോറ് നമുക്ക് കോമൺ ബാത്റൂം വരുന്നത്. അങ്ങനെ മുകൾ ഭാഗത്തേക്ക് സ്റ്റീലിൻ്റെ വർക്ക് നോക്കിക്കൊള്ളി, നല്ല കോസ്റ്റ്ലി, നല്ല സ്റ്റീൽ ഉപയോഗിച്ച് നല്ല അടിപൊളി വർക്ക്. മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, വാർപ്പല്ല സാധാരണ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് വാർക്കണമെങ്കിൽ അത് വാർത്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് അങ്ങനെ കൊടുത്താണ്. അങ്ങനെ 2 റൂം കണ്ട് 2 റൂമിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോരുമ്പോൾ 3ാമത്തെ റൂം ആളുകൾ ഇരിക്കുന്നതും ഒന്നും കാണൂല. അതാണ് വീടിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ 3ാമത്തെ റൂമിലേക്കാണ് ഞാൻ പോകുന്നത്. 3ാമത്തെ റൂം ഓക്കെ, ഇതൊക്കെ കട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസും കാര്യങ്ങളും, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന. റൂം വലുപ്പമുണ്ട്, അതേമാതിരി അലമാര നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, നല്ല സെറ്റാണ്. ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നോക്കി,
എല്ലാ ഭാഗത്തും ശ്രദ്ധിച്ചോളൂ. ഇതിന് മുക്കാ ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട് കേട്ടോ. മുകളിൽ മുക്കാ ഭാഗം വരെ ടൈലിട്ടിട്ട് വാട്ടർ ഓഫ് ചെയ്ത് അടിഭാഗത്ത് നല്ല അടിപൊളി നല്ല ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേമാതിരി കമ്പനി ക്ലോസറ്റുകൾ, അതേമാതിരി സ്റ്റീലിന്റെ ടാപ്പുകളാണ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ആണ്. പിന്നെ ഡോറുകളൊക്കെ എല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ. മെറ്റീരിയൽ എങ്ങനെയാണ് പണി, എങ്ങനെയാണ് എടുക്കുന്ന പണി, എങ്ങനത്തെ പണിയാണ് ഒക്കെ നോക്കിക്കോളൂ. എല്ലാ ഭാഗം കാണിച്ചിട്ട് ഇനി പോകുന്നത് സ്ത്രീകൾക്ക് ആവശ്യമുള്ള കിച്ചണിലേക്ക്. ഇതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. ഏറ്റവും വീട് കാണാൻ വരുമ്പോൾ ഓടി വരുന്ന ഇതിലേക്കാണ് വരിക. ഒന്ന് നോക്കുക എങ്ങനെ ഉണ്ട് ബാത്റൂം അല്ല അടുക്കള കിച്ചൺ എങ്ങനെ ഉണ്ട്. ആലുവ അടുപ്പ് കണ്ടോ, ആലുവ അടുപ്പ് അത്യാവശ്യം പൊക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റിൽ പറ്റ താത്തിയിട്ടല്ല കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു സാറ് വർക്കിലാണ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അതേമാതിരി നമുക്ക് ഗ്യാസ് വെക്കണമെങ്കിലും അതിൻ്റെ സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് പാത്രം കഴുകാനുള്ള ഇതാ സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് മിക്സി നമുക്ക് അരക്കണമെങ്കിലും അല്ല ഫുള്ള് സെറ്റായി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാ ടിന്നുകളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അടുക്കള ഒരു ഒന്നൊന്നര അടുക്കള അത്യാവശ്യം സൗകര്യമുള്ള അടുക്കള. ഇനി പുറം ഭാഗത്തിട്ട് നിങ്ങൾക്ക് വർക്കിലേക്ക് എടുക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടാവും അല്ലേ? അതൊന്ന് കണ്ടോളി. ഇതാ പുറത്തോട്ട് നമുക്ക് വിശാലമായിട്ട് ഈ കട്ടിങ്ങിൽ ഒരു അടുക്കള വർക്കിൽ എടുക്കണമെങ്കിൽ 10 സെൻറ്റാട്ടോ. കരഭൂമിയാണ്. അതാണ് എല്ലാ ഭാഗത്തും തേച്ച്, ഒരു ഭാഗത്ത് തേക്കാനുള്ള എല്ലാ ഭാഗത്തും തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പണി ഒരു ഭാഗം ഒന്നെടുക്കാനുള്ള ഇതിലേക്കുള്ള സാധനം കൊണ്ടാണ് പോന്നാൽ മതി. വീടുകളുള്ള ഏരിയ ആണ്, വെള്ളം കയറുന്ന സ്ഥലമല്ല, കരഭൂമിയാണ്. നല്ല രൂപത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് വർക്ക് ചെയ്ത ഈ വീട് ആകെ നമ്മൾ ചോദിക്കുന്നത് 10 സെൻറ്റ് 1300 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് ചോദിക്കുന്നത് വെറും 38.5 ലക്ഷം രൂപ ചോദിക്കുന്നു. പിന്നെ കച്ചവടമല്ലേ, ഒരു ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ എടുക്കുക. അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ.